തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കി അണുവിമുക്ത മെഷീനുകൾ തകരാറിൽ 3 മെഷീനുകളിൽ 2 പ്രവർത്തനരഹിതമായതോടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ഇംപ്ലാന്റ് ഉപകരണങ്ങളും ഉൾപ്പെടെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന മെഷീനുകളാണ് തകരാറിലായത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നേരത്തെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവം അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് സർക്കാർ അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച നിലപാട് ഒക്കെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്, ഡിബേറ്റ് ചെയ്യപ്പെട്ടതാണ്, വലിയ സംവാദങ്ങൾക്ക് വഴി തുറന്നാണ്. ഇപ്പോഴിതാ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാനുള്ള മെഷീനുകൾ തകരാറിൽ ആയിരിക്കുന്നു. സ്വാഭാവികമായും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് അത് വഴി തെളിക്കുന്നത്. ഇത് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? എന്തെങ്കിലും നടപടി ഉണ്ടായോ? ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ? എന്താണ് വിശദാംശങ്ങൾ പ്രശാന്ത്? അനിൽ നമ്പ്യാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിമുക്തമാക്കുന്ന 4 ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 4 ഉപകരണങ്ങളിൽ 2 2024 കേടായി പ്രവർത്തന അല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, കേടായി പോയി. പിന്നീടുള്ളത് 2 ഉപകരണങ്ങളാണ്. ആ 2 ഉപകരണങ്ങളാണ് ഇപ്പോൾ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയായിട്ട് മാറിയിരിക്കുന്നത്. ഇതോടെ ശസ്ത്രക്രിയകൾ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം, ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമാണ് മറ്റ് രോഗികൾക്ക് വേണ്ടി മറ്റ് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യമുണ്ടാവും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു വലിയ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്ന വലിയ മുടങ്ങുന്നത്. നിലവിൽ 2 ആംബുലൻസുകൾ SIT-യിൽ നിന്നും അതിലേക്ക് അയക്കുകയും അവിടെ നിന്നും ഈ ഉപകരണങ്ങൾ അതിനെ അണുവിമുക്തമാക്കിയതിനു ശേഷം തിരിച്ചു ആംബുലൻസുകൾ കൊണ്ടാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉപകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കിയ അണുവിമുക്ത മെഷീനുകൾ തകരാറിൽ 3 മെഷീനുകളിൽ 2 പ്രവർത്തനരഹിതമായതോടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ഇംപ്ലാന്റ് ഉപകരണങ്ങളും ഉൾപ്പെടെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന മെഷീനുകളാണ് തകരാറിലായത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.